أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وليستعفف الذين لا يجدون نكاحا حتى يغنيهم الله من فضله والذين يبتغون الكتاب مما ملكت أيمانكم فكاتبوهم إن علمتم فيهم خيرا وآتوهم من مال الله الذي آتاكم ولا تكرهوا فتياتكم على البغاء إن أردنا تحسنا لتبتغوا عرض الحياة الدنيا ومن يكرهن فإن الله من بعد إكراههن غفور رحيم. തജ്വീദ് പറഞ്ഞോളി. വൽ യസ്തഅഫിഫ് എന്താ ചെയ്യേണ്ടത്? ലാമ് ഉച്ചരിക്കണം അല്ലേ? വൽ യസ്തഅഫിഫില്ലദീന, അല്ലദീന അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസ്ലിൻ്റെ അംസയാണ്. ലാ യജിദൂന നിക്കാഹൻ, ആ തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. കാരണം ഹ എന്ന അക്ഷരമാണ് വരുന്നത്. അപ്പം നിക്കാഹൻ ഹത്ത. പിന്നെ യുഗ്നിയഹുമുല്ലാഹു, അവിടെ അള്ളാഹു ഉച്ചരിക്കുമ്പോൾ പിന്നെ മുഫഹമായിട്ട് ഉച്ചരിക്കണം. അതോടൊപ്പം അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസ്ലിൻ്റെ അംസയാണ്. പിന്നെ മിൻ ഫളി, അവിടെ അനൂനിന് എന്ത് ചെയ്യണം? യഫ്ഫ ചെയ്യണം. പിന്നെ ഫളിഹി, അവിടെ നിങ്ങൾ പിന്നെ വഖഫ് ചെയ്യലാണ് എന്ത് ഉത്തമം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൂട്ടിയോതാം. അപ്പം വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്താണെന്നല്ലേ? മിൻ ഫളി, ഹായുടെ ഉച്ചാരണം. പിന്നെ നിങ്ങൾ വഖഫ് ചെയ്യണില്ല എങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് കതിർ നീട്ടണം. മിൻ ഫളിഹി വല്ലദീന. പിന്നെ വല്ലദീന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിൻ്റെ അംസയാണ്. യബ്തഗൂനൽ കിതാബ, അവിടെയും അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിൻ്റെ അംസയാണ്. മിമ്മ അനു, പിന്നെ മീമിന് എന്ത് ചെയ്യണം? ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മിമ്മ മലക്കത്ത് ഐമാനുക്കും. പിന്നെ ഫകാതിബൂഹും. പിന്നെ ഇൻ അലിംതും, ആ നൂനിന് എന്ത് ചെയ്യണം? ഇൻ എന്നുള്ള സാക്കിന നൂനിനെ ഇൽഹാർ ചെയ്യണം. ഇൻ അലിംതും ഫീഹിം ഖൈറ, അവിടെ പിന്നെ ചേർത്തി ഓതലാണ് ഉത്തമം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഖൈറ. എങ്ങനെ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം? വായക്ക് നാട്ടം കൊടുക്കണുണ്ടല്ലേ നിങ്ങൾ അല്ലേ? റൺ എന്ന് പറഞ്ഞിട്ട് രണ്ട് തൻവീനില്ലേ, അത് പിന്നെ ഒരു ഇതിങ്ങോട്ട് ഇവിടെ ഇങ്ങനെ നാട്ട പോലെ ഇട്ട് കൊടുക്കുക. അതാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഹൈ റൺ ഉണ്ടായിരുന്നതായി റ, പിന്നെ ഒരു നീട്ടലും ഹൈറ, കുറേ നീട്ടാൻ പാടില്ല. അതാണ് വായക്ക് നാട്ടം കൊടുക്കുക അറിയണത്. പിന്നെ ഇനി അവിടെ എന്ത് ചെയ്യലാണ് ഉത്തമം? സ്വല എന്ന് കാണാം, ചേർത്തി ഓതലാണ് ഉത്തമം. അപ്പം എങ്ങനെ ഓതണം? ഹൈറം വ എന്ന് ഓതണം. പിന്നെ വ ആതൂഹും, അവിടെ എന്ത് ചെയ്യണം? ആ മീമിന് അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, ഉന്നത്തും വേണം. അപ്പം എങ്ങനെ ഓതണം? വ ആതൂഹും മിൻ, ആ നൂനിന് എന്ത് ചെയ്യണം?
വീണ്ടും മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കണം. അപ്പോൾ മിമ്മാലി മിമ്മാലില്ല, അവിടെ അലിഫിന് എന്തില്ല, ഉച്ചാരണം ഉണ്ടാവില്ല, ബസിൻ്റെ അംസയാണ്. പിന്നെ മിമ്മാലില്ലാഹില്ലദീ, അവിടെ അല്ലദീ എത്ര നീട്ടണം? 4 മുതൽ 5, 6 കതിർ വരെ പോവാം. അപ്പോൾ എങ്ങനെ എഴുതണം? അല്ലദീ ആതാക്കും, അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ വലാ തുക്രിഹു ഫതയാത്തിക്കും, അവിടെയൊക്കെ സാധാ പോലെ തുക്രിഹു കഴിഞ്ഞിട്ട് ആലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ അലൽ ബിഗാഇ, അവിടെ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. പിന്നെ ഇൻ അറദിന, ആ നൂനിന് എന്ത് ചെയ്താൽ മതി? ഇദ്ഹാർ ചെയ്യുക. അറദിന, ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കുക, ഖത്തൻ്റെ ഹംസ. ഇൻ അറദിന തഹസ്സുനൻ, അവിടെ നൻ എന്നുള്ള തൻവീനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം. എന്തില്ല? ഉന്നത്തുണ്ടാവില്ല. അപ്പം എങ്ങനെ ഓതണം? തഹസ്സുനല്ലി തഹസ്സുനല്ലി ലിതബ്തഗു അറളൽ ഹയാത്തി ദുനിയ, അവിടെയൊക്കെ അദ്ദുന്യയിൽ എന്തുണ്ടാവില്ല? അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല. പിന്നെ വമൻ യുക്രിഹുന്ന, അവിടെ വമൈ എന്നുള്ള ആ നൂനിനെ യായിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. പിന്നെ ഫ ഇന്നല്ലാഹ, ഫ കഴിഞ്ഞിട്ട് ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം, കാരണം ഖത്തൻ്റെ ഹംസയാണ്. പിന്നെ അള്ളാഹ നേരത്തെ പറഞ്ഞ പോലെ കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല, വസിലിൻ്റെ ഹംസയാണ് അവിടെ വരുന്നത്. അതിലുള്ള അലിഫിന് അള്ളാഹ് എന്നുള്ളത് തഫീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. പിന്നെ മിംബഅദി, അവിടെ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടത്? നൂനിൻ്റെ ശേഷം ബ എന്ന അക്ഷരം വരുന്നു. അപ്പം എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. മിംബഅദി ഇക്റാഹിഹിന്ന. പിന്നെ വഫൂറുർ റഹീം, അവിടെ വഫൂറിൻ എന്നുള്ള തൻവീനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല? ഉന്നത്തില്ല, മണിക്കാൻ പാടില്ല. അപ്പം എങ്ങനെ ഓതണം? വഫൂറുർ റഹീം. ആയത്തെല്ലാവരും കൂടി ഒന്ന് ഓതി വയ്ക്കണം ഉറക്കെ. ഓക്കെ. തജ്വീദിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും? ഒരേ ഇതിലുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ ആദ്യത്തിന് പിന്നെ സുക്കൂനാണെങ്കിൽ മറ്റേലേക്ക് എന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്യും. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരേ അക്ഷരങ്ങൾ വരിക. ഇപ്പം ബ് ബ, ഇങ്ങനെ ഒന്ന് കൂട്ടിയോളി. ബ് ബ, ഒന്ന് അർക്കത്തുള്ളതും ആദ്യത്തെ സുക്കൂനുള്ളതും വന്ന് കൂട്ടുക. അപ്പം എന്ത് ചെയ്യും? ബ എന്ന് ഉച്ചരിക്കും. ബ, ഈ ബിനെ ബായിലേക്ക്, അത് ഏത് അക്ഷരാലും ഇനി ഫ, ഫ്, ഫ, ഫ, അതേപോലെ വന്നാൽ ഹ. പിന്നെ വമൻ യുക്രിഹ് എന്നാണ് അവിടെ ഉള്ളത്. പിന്നെ ഹായിലേക്ക് എന്ത് ചെയ്യണം? ആഹനെ ഇദ്ഗാം ചെയ്യണം. അപ്പം ഫമൻ യുക്രിഹുന്ന, പിന്നെ രണ്ടാമത്തത് ഒന്ന് ശക്തമാക്കിയാൽ മതി. അതാണ് അവിടെ യുക്രിഹുന്ന എന്ന് ഓതേണ്ടിയില്ല. പിന്നെ തജ്വീദിലെ 2 ഇതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കുറച്ച് ഡീപ്പാണ്, ശ്രദ്ധിക്കണേ. പിന്നെ ഇൻ പോലുള്ള അക്ഷരം വന്നാൽ എന്ന് പറഞ്ഞാൽ പിന്നെ ജസ്മിൻ്റെ ഹർഫുകൾ വന്നാൽ എന്ത് ചെയ്യണം? അവസാനത്തെ അക്ഷരത്തിന് ജസ്മു കൊടുക്കണം. ഇപ്പോൾ യുക്രി തന്നെ ആയിക്കോട്ടെ. വമൈ, അവിടെ ജസ്മിൻ്റെ അക്ഷരം വന്നാൽ യുക്രിഹ് എന്നാണ് പറയേണ്ടത് നിയമപ്രകാരം. അത് ഗ്രാമറാ. യുക്രിഹ്
അങ്ങനെ വന്നാൽ പിന്നെ അതേ അക്ഷരം തന്നെ വീണ്ടും വന്നാൽ ആ ഹൂനെ മറ്റേ ഹൂലേക്ക് എന്ത് ചെയ്യും? ഇത് വരും. ചിലപ്പം മൻ അതല്ല എന്ന് പറഞ്ഞവരുണ്ട്. മൻ അതല്ല എന്ന് പറഞ്ഞവരുടെ നിയമം അനുസരിച്ച് അവർ ഓതലെങ്ങനെ? വമൈ യുക്രിഹ് ഹുന്ന, വമൈ യുക്രിഹ് ഹുന്ന, രണ്ടും ശരിയാണ്. അപ്പം മൻ ഇൻ പോലെ ഷർത്തിനാണ്. അപ്പം ഷർത്ത് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ നേവാ. ആ ഷർത്തിനാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും കൂടിയും കൂട്ടിയിട്ട് ഓതാം. ഇനി ഷർത്തല്ലാതെയും വരും അത്. അങ്ങനെയാണെങ്കിൽ വമൈ യുക്രിഹ് ഹുന്ന എന്ന് ഓതുന്നവരും ഉണ്ട്. നിങ്ങൾ ശേഖന്മാരെ ഇതൊന്ന് കേട്ട് വയ്ക്കാതെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്? ഇല്ല, അത് സാധാരണ പോലെ ഇദ്ഗാം തന്നെ. ഒരേ അക്ഷരം ആദ്യത്തെ സുക്കൂനും മറ്റേ ഇതാവും വന്നാൽ ഇദ്ഗാം ചെയ്യണം. അതാണ് ഇദ്ഗാമിൻ്റെ മൊത്തത്തിലുള്ള നിയമം. അത് ഏത് അക്ഷരം വന്നാലും അങ്ങനെയാണ്. ആദ്യത്തേന് സുക്കൂനും മറ്റേന് ഹർക്കത്തും വന്നാൽ അതിലേക്ക് എന്ത് ചെയ്യും? കൂട്ടി യോജിപ്പിക്കും. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടിയടിക്കുക എന്നാ. ചായ മൻസാരയൊക്കെ പാടെ കൂട്ടിയൊരൊറ്റ ഒന്നാക്കുക. അതാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. വേറെ എന്നാ ഓക്കെ. കഴിഞ്ഞ ആഴ്ച നമുക്ക് എടുക്കാണ്ടായിരുന്നത് വ അൻകിഹുല്ലയാമാമിൻകും വസ്സാലിഹീന മിൻ, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? നല്ലൊന്ന് അർത്ഥം പറയാം. വ അൻകിഹു എന്താണ്? നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുക്കുക. ആർക്ക്? അൽ അയാമ, ഇണകളില്ലാത്തവർക്ക്. അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആണായാലും പെണ്ണായാലും ഇണയില്ലാത്തവർക്ക് നിങ്ങൾ എന്ത് ചെയ്താ? വിവാഹം ചെയ്തു കൊടുക്കുക. മിൻകും, നിങ്ങളിൽ നിന്നുള്ള. ആ നമ്മൾ കുറെ വിശദീകരിച്ച് അല്ലേ? പിന്നെ വസ്സാലിഹീന, നല്ലവരായവർക്കും. മിൻ ഇബാദിക്കും, നിങ്ങളുടെ അടിമകളായ ആണുങ്ങളിൽ നിന്ന് നല്ലവരായവർ. അടിമകളായ ആണിനാണ് എന്ത് പറയാ? ഇബാദ്. അബ്ദുൻ ഇബാദ്. പിന്നെ വ ഇമാഇക്കും, നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും നല്ലവരായവർക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കുക? വിവാഹം ചെയ്തു കൊടുക്കുക. ഈ യകൂനു, അവർ ആവുന്ന പക്ഷം, ഫുഖറാ, ദരിദ്രന്മാരാകുന്ന പക്ഷം, യുഗ്നിഹുമുല്ലാഹ്, അള്ളാഹു അവർക്ക് ഖിന നൽകും, ധന്യത നൽകും, മിൻ ഫദ്ലി, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന്. എന്നിട്ട് ആയത്ത് അവസാനിക്കുന്നത് വല്ലാഹു വാസിഉൻ അലീം. അള്ളാഹു എന്താ ഈ വാസി പറഞ്ഞാൽ? ഏറെ ഉദാരനാണ്, അല്ലെങ്കിൽ വിപുലമായ കഴിവുള്ളവനാണ്. ഒരുപാട് അർത്ഥമുണ്ട്. പിന്നെ അലീം, എല്ലാം അറിയുന്നവനുമാണ്. എന്തൊക്കെ ഇപ്പം കഴിഞ്ഞ ആഴ്ച നമ്മളതിൽ സൂചിപ്പിച്ചിരുന്നത്? ഒന്ന് പ്രധാനപ്പെട്ടത് അൻകിഹു എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇണകളില്ലാത്തവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. പിന്നെ അല്ലാഹു തആല അടിമകളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇനി സമ്പത്തില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വിവാഹം കഴിക്കാതിരിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവൻ ധന്യ നൽകും അവൻ്റെ ഫളിലിന്. ഇനി ആയത്ത് ഒരു വാല് കൊടുത്തുകൊണ്ട് അവസാനിപ്പിക്കാണ്. വല്ലാഹു, എന്താ അല്ലാഹു? വാസിഉൻ. എന്താ വാസിഉൻ എന്ന് പറഞ്ഞാൽ? ഏറെ വിശാലമായ ഉദാരനാണ്. വാസ്യ എന്നുള്ള പദപ്രയോഗം അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലേക്കും അതിനെ ചേർക്കാൻ പറ്റും. വാസ്യ, അള്ളാഹ്ക്ക് എത്ര നാമങ്ങളുണ്ടോ അതിലധിക നാമങ്ങളിലേക്കും എന്ത് കൊടുക്കാൻ പറ്റും? വാസ്യ. ഇപ്പം അള്ളാഹുവിൻ്റെ നാമമാണേത്? അൽ വാസ്യ എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ്. റഹ്മാൻ റഹീമൊക്കെ അള്ളാഹുവിൻ്റെ നാമല്ലേ? അതേപോലെ അള്ളാഹുവിൻ്റെ ഒരു നാമമാണേത്? അൽ വാസി. വിശുദ്ധ ഖുർആനിൽ ആ പദപ്രയോഗം 9 സ്ഥലത്ത് അള്ളാഹു തആല കൊണ്ടുവന്നിട്ടുണ്ട്. 9 സ്ഥലത്ത്. അതിൽ 7 സ്ഥലത്തും അലീം എന്ന് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് വന്നത്. 7 സ്ഥലത്തും അലീം. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമം. ഇനി എന്താണ് വാസ്യം?
അള്ളാഹുവിൻ്റെ ഇൽമിലേക്ക് പിന്നെ ചേർത്തി പറയുമ്പോൾ വിശാലമായ അറിവുള്ളവനാണ് ആര്? അള്ളാഹു. അള്ളാഹുവിൻ്റെ കുദ്റത്തിലേക്ക് ചേർത്തി പറയുമ്പോൾ വിശാലമായ കഴിവുള്ളവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് ചേർത്തി പറയുമ്പോൾ വിശാലമായ പിന്നെ കാരുണ്യവാനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലേക്ക് ചേർത്തി പറയുമ്പോൾ വിശാലമായ സൃഷ്ടിപ്പിൻ്റെ ഉടമയാണ് ആര്? അള്ളാഹു. അങ്ങനെ അള്ളാഹുവിൻ്റെ ഏതൊക്കെ നാമങ്ങളും ഫീലുകളും ഉണ്ടോ അതിലൊക്കെ വാസി എന്ന അള്ളാഹുവിൻ്റെ നാമം പിന്നെ പറയുമ്പോൾ എന്തുണ്ടാവും? ആ ഒരു പിന്നെ വിശാലത, വാസി എന്ന നാമം അവിടെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇനി വാസി എന്ന് പറഞ്ഞൊരു സൂത്രമുണ്ട്. ഒരു കാര്യം രണ്ട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു കാര്യം മറ്റൊരു കാര്യത്തിൽ നിന്ന് എൻഗേജ്ഡ് ആവാത്തവൻ എന്താപ്പാ പറയണത്? മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങനത്തെ ക്ലാസ്സിന് വരാഞ്ഞ് നിങ്ങളെന്താ ഉത്തരം പറയാ? ക്ലാസ്സിന് പൊടിക്കാറ്റേന് അല്ലേ? അല്ലെങ്കിൽ എന്താ മെസ്സുണ്ടായിന്, അല്ലെങ്കിലോ എന്താ പറയാ കുട്ടികളെ പുറത്തുണ്ടാണ്ടായി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ അതിൽ എൻഗേജ്ഡ് ആവുമ്പോൾ മറ്റേലേക്ക് കാല് ചവിട്ടാൻ നമുക്ക് സാധിക്കില്ല. മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. മനസ്സിലാണ്ടെങ്കിൽ ഞാനൊരു കാര്യത്തിൽ ഇടപെടുമ്പോൾ മറ്റേലേക്ക് പോവാൻ സാധിക്കില്ല. അപ്പം അവിടെ നിന്ന് ഞാൻ സ്റ്റോപ്പായി. അവിടെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിലൊന്നും എന്താവൂല, അള്ളാഹുവിനെ എൻഗേജ്ഡ് ആക്കി നിർത്തുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല. അതാണ് വാസി. ഈ എൻഗേജ്ഡ് ആക്കി നിർത്തുന്ന പരിപാടി ആർക്കേ ഉണ്ടാവുള്ളൂ? മനുഷ്യർക്കേ ഉണ്ടാവും. അധികം മനുഷ്യരും എൻഗേജ്ഡ് ആണ് അവനവൻ്റെ കുടുംബം, അല്ലേ? എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി, അതിലിങ്ങനെ കറങ്ങും, അപ്പുറത്തേക്ക് ആരും കിട്ടൂല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെ എങ്ങാനും ആണ് അള്ളാഹു എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നിങ്ങളും ഇവിടെ ഇരിക്കൂല. അപ്പൊ അള്ളാഹു വിശാലമായ കാരുണ്യമുള്ളവനാണ്. അള്ളാഹു വിശാലമായ അറിവുള്ളവനാണ്. അള്ളാഹു വിശാലമായ പിന്നെ എന്തുള്ളതാണ്? ഖുദ്റത്തുള്ളവനാണ് എന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതാണ് അൽ വാസി എന്ന അള്ളാഹുവിൻ്റെ നാമം നമ്മൾ ഖുർആനിൽ ഇങ്ങനെ ഓതുമ്പോൾ ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. പിന്നെ അള്ളാഹുവിൻ്റെ നന്മ ചെയ്യണ കാര്യത്തിലും അള്ളാഹു വിശാലമായി ചെയ്യുന്നവനാണ്, അല്ലേ? ഇഹ്സാൻ. മനുഷ്യൻ്റെ നന്മ എന്ന് പറയുന്നത് എന്താവും? ഏതാനും ചില പിന്നെ കാര്യങ്ങളിൽ ഒതുങ്ങും, അല്ലേ? ആലോചിച്ചു നിങ്ങളോട് ഒരാൾ വന്നിട്ട് ഷൗക്കത്തിനോട് ഇപ്പം ഞാനും എല്ലാവരും കൂടിയും വന്നിട്ട് ഒരു കാര്യം അടിച്ച് ചോദിക്കാം ഒരു സമയത്ത്. ഷൗക്കത്ത് എന്താ ചെയ്യുക? എല്ലാവരും വായിപ്പിക്കും. ചിലപ്പോൾ ഒരാൾ പറയേ, എന്നിട്ട് ഞാൻ പറയാം മറ്റേനെ അറിയും. എന്താ കാരണം? ഒരേ സമയത്ത് എല്ലാവരും ചോദിക്കുന്നതിന് മറുപടി അറിയാൻ ആർക്ക് കഴിയില്ല? മനുഷ്യന് കഴിയില്ല, അല്ലേ? എന്നാൽ അള്ളാഹുവോ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും, ആണാവട്ടെ പെണ്ണാവട്ടെ, ചെറുതാവട്ടെ വലുതാവട്ടെ, എല്ലാ മനുഷ്യന്മാരും ഒരേ സെക്കൻഡിൽ ഒരുപാട് കാര്യങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങൾ ഒരേ സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അതിനൊക്കെ ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. അത്ര വിശാലനാണ് ആര്? അത്ര വിശാലമായ കഴിവുള്ളവനാണ് ആര്? അള്ളാഹു. ഇന്നല്ലാഹ വാസിഉൻ അലീം. ഓക്കെ, നിങ്ങള് ഇതാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് ഇവിടെ ഇല്ല. നമ്മളെ പഠനം എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വിഷയത്തിൽ മാത്രം ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തുള്ളവന് കിട്ടൂല. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കി നിങ്ങള് വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, അല്ലേ? ഏത് വിജ്ഞാനമുള്ള എത്ര വലിയ നിപുണനാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നവൻ്റെ മുകളിൽ ആരുണ്ട്? എല്ലാം അറിയുന്ന ഒരു അള്ളാഹുണ്ട്, വിശാലമായ അറിവുള്ള അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അള്ളാഹുവിൻ്റെ നന്മയാവട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യമാവട്ടെ, അള്ളാഹുവിൻ്റെ ദാനമാവട്ടെ, അനുഗ്രഹമാവട്ടെ, അതിലൊന്നും എന്തില്ല? അറ്റമില്ലാത്തൊരു ലോകമാണ്. അറ്റമില്ലാത്ത. അതുകൊണ്ടാണല്ലോ വഇൻ തഉദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ, വരെ നിങ്ങൾക്കത് പഠിച്ചു തീർക്കാൻ സാധിക്കൂല. അത്ര വിശാലമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം. ഇന്നല്ലാഹ വല്ലാഹു വാസിഉൻ അലീം എന്ന് പറഞ്ഞതിലുള്ള ഇത് അതാണ്.
അതേപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രപഞ്ചത്തിൽ എത്ര ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് അല്ലേ? ഈ അനുഗ്രഹങ്ങളൊക്കെ പ്രപഞ്ചം എന്ന് പറഞ്ഞ തന്നെ എന്താണ്? വിശാലമായി പരന്നു കിടക്കണതാണ്. ഈ പ്രപഞ്ചത്തിന്റെ അറ്റങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഒന്നും വേണ്ട, ഒരു കടലിൽ പോയിട്ട് കടൽ വക്കത്ത് നിന്നാട്ട് പിന്നെ അറ്റം കാണും നമ്മൾ? ഇല്ല. എന്നാ അതിന് അറ്റല്ലേ? അറ്റുണ്ടോ അല്ലേ? അതിനൊരു അറ്റുണ്ടോ അല്ലേ? ഉണ്ട് അല്ലേ? അറ്റുണ്ട്. പ്രപഞ്ചത്തിന് അറ്റുണ്ട് അല്ലേ? അതിന് ഹദ്ദുണ്ട്. പക്ഷെ നമ്മൾ പറയും വിശാലമായി പരന്നു കിടക്കുന്ന സാഗരം എന്നൊക്കെ പറയും, അറ്റല്ലാത്ത സാഗരം എന്നൊക്കെ പറയും. തെറ്റാണ്. അറ്റുണ്ട് അല്ലേ? എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏത് കാര്യം എടുത്താലും, അള്ളാഹുവിൻ്റെ അറിവാവട്ടെ, അള്ളാഹുവിൻ്റെ കാരുണ്യമാവട്ടെ, അള്ളാഹുവിൻ്റെ ഇൽമാവട്ടെ, അതിനൊന്നും അറ്റമില്ലാതെ കിടക്കുകയാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച മനുഷ്യന്റെ മുമ്പിലുള്ള എല്ലാ കാര്യത്തിനും എന്തുണ്ട്? ഒരു നിഹായത്തുണ്ട്. അള്ളാഹുവിൻ്റെ അറിവിന് നിഹായത്തുണ്ടോ? ഇല്ല. വല്ലാഹു വാസിഉൻ അലീം. ആലോചിച്ച് നോക്കുങ്ങളെ, നമ്മളിപ്പം ഈ ഭൂമിഗോളം അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ടാവും അല്ലേ? പിന്നെ ഏതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? സൂര്യനും ചന്ദ്രനും ഒക്കെ തന്നെ അല്ലേ? വേറെ ഇതൊക്കെ ഉണ്ട് അല്ലേ? എന്നാൽ 4000, 5000 മില്യൺ വർഷങ്ങൾ സഞ്ചരിച്ചു കൊണ്ട് പ്രകാശം ഭൂമിയിലേക്ക് എത്തുന്ന ആ രൂപത്തിലുള്ള നക്ഷത്രങ്ങളുണ്ട് അല്ലേ? അപ്പൊ എത്രയോ ദൂരം, അറ്റമില്ല. നമ്മൾ പറയും അറ്റമില്ലാത്തന്ന്. എന്നാ അതിനറ്റല്ലേ? അതിനൊക്കെ അറ്റമുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അറ്റമില്ലാത്തവനാണ്, നിഹായത്തില്ലാത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു അല്ലാത്ത മാ സിവല്ലാഹ്, അതാണല്ലോ പ്രപഞ്ചം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിനൊക്കെ ഒരു അവസാനമുണ്ട്, അറ്റമുണ്ട്. അള്ളാഹ്ക്ക് എന്തില്ല? അങ്ങനെ ഒരു അറ്റമില്ല എന്നുള്ളതാണ്. ഇനി അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വിശാലതകളൊന്ന് നോക്കി. അള്ളാഹ് എന്തൊക്കെ സൃഷ്ടിച്ച് കണക്കുണ്ടോ? ഇല്ല. ഓരോ അള്ളാഹു മനുഷ്യൻ ആര് സൃഷ്ടിച്ചതാ? അള്ളാഹ് സൃഷ്ടിച്ചതാ. ആ മനുഷ്യനെ സൃഷ്ടിച്ചപ്പം ഇവിടെ ലോകത്ത് എത്ര കോടി മനുഷ്യന്മാരാണുള്ളത്? എത്ര മില്യൺ, എത്ര ആളുകളല്ലേ? ഒരു കണക്കില്ലേ? എത്രയാണ്? 8 മില്യാറാത്ത് എന്നൊക്കെ പറയില്ല അറബിയിൽ. എത്രയെന്ന് പഠിച്ചോനറിയാം, എത്ര മില്യൺ തന്നെ എനിക്കറിയില്ല. അത്രയും കോടാനുകോടി ജനങ്ങള് ഈ ഭൂമുഖത്ത് താമസിക്കുന്നുണ്ട്. ഈ മനുഷ്യന്റെ ഓരോരുത്തരുടെയും ഐറിസ്, എന്താ ഐറിസ് പറഞ്ഞ എന്താ നിങ്ങൾ പറയലേന്? കൃഷ്ണമണിയോ? ആ കൃഷ്ണമണി പിന്നെ അത് വ്യത്യസ്തമാണ്. എൻ്റെതാണോ എൻ്റെ മക്കൾക്കുള്ള? അല്ല. ആലോചിച്ച് നോക്കി, എൻ്റെ എളാപ്പാൻ്റെയും മുത്താപ്പാൻ്റെയും മക്കൾക്കുള്ള ഒക്കെ വ്യത്യസ്തമാണ്. അപ്പം എത്ര മെമ്പർമാർ ഈ ഭൂമുഖത്ത് പിന്നെ മനുഷ്യന്മാരിൽപ്പെട്ട എത്ര ആളുകളുണ്ടോ? ഓരോന്നും വ്യത്യസ്തമാണ്. അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിലെ വിശാലതകളൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ? അപ്പോൾ ഇത് ഓരോരുത്തർക്കും. പിന്നെ മനുഷ്യൻ്റെ കൂറ്റ്, എൻ്റെ അതേ കൂറ്റ എൻ്റെ മക്കൾക്ക് ഉണ്ടാവുക. 5 മക്കളുണ്ട് എനിക്ക്, 5 രൂപത്തിലാണ്, വ്യത്യസ്ത രൂപത്തിലാണ് അല്ലേ? മനുഷ്യൻ്റെ ശബ്ദം, കൂറ്റൊക്കെ വ്യത്യസ്തമാണ്. ആരാണിത് ഉണ്ടാക്കി വെച്ചത്? വല്ലാഹു വാസിഉൻ. അപ്പൊ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ആ വിശാലത. പിന്നെ സ്വരവ്യത്യാസം, അതാണ് കൂറ്റ് എന്ന് അറിയണത് അല്ലേ? പിന്നെ ശരീരത്തിനൊരു വാസനല്ലേ, എന്താണ് അതിന് പറയാ? ചൂര് എന്നല്ല നിങ്ങളാട്ടിൽ പറയാ? ഒരു ഗന്ധം ഉണ്ടാവും അല്ലേ? ഒരു ചൂര്. മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പിന്നെ മുഖത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വസ്ത്രം കൊണ്ടുപോയിട്ടപ്പോൾ ആ വസ്ത്രം അടുത്ത് വന്നപ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? ഇന്നീല അജ്ദു. അള്ളാഹ് വിശാലമായ സൃഷ്ടിപ്പിൻ്റെ ഉടമയാണ്. ആലോചിച്ച് നോക്കുങ്ങള്. അതുകൊണ്ടാണല്ലോ ഈ ചൂര് വ്യത്യസ്തമായതുകൊണ്ടാണല്ലോ പോലീസ് നായ കള്ളന്മാരെ, കുറ്റവാളികളെ പിടിക്കണം. ഒരേ ചൂരാണെങ്കിൽ ആരെ ആ പോലീസ് നായക്ക് പിടിക്കാൻ പറ്റുമോ? റബ്ബിൻ്റെ സൃഷ്ടിപ്പിലെ വിശാലത, ആ വാസി ആണ് അള്ളാഹു അല്ലേ? പിന്നെ ഭസ്മ, ഇതിനെന്താ നിങ്ങൾ പറയാ? ഭസ്മക്ക് എന്താ പറയാ? വിരലടയാളം അല്ലേ? അതും എന്താണ്? ലോകത്ത് എത്ര മില്യൺ മനുഷ്യന്മാരുണ്ടോ ഓരോ മനുഷ്യൻ്റെതും വ്യത്യസ്തമാണ്. ഭസ്മനെ പറ്റി സയൻസ് അതിന് ഗവേഷണം നടത്തിയപ്പോൾ ഒരു കള്ളൻ ഓനെ പിടിക്കപ്പെടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു? കളവ് നടത്തിയതിനു ശേഷം ഓൻ്റെ വിരലിൻ്റെ തുഞ്ചം ചെത്തിയിട്ട് എന്നിട്ട്
വേറെ സ്ഥലത്തുനിന്ന് അവിടെ എന്ത് ചെയ്തു, ഒരു മാംസം വെച്ച് പിടിപ്പിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആക്കെ ശരി. 3 മാസം കഴിഞ്ഞാൽ എന്തൊരു പിന്നെ വിരലടയാളമാണ് ഉണ്ടായത്, ആ വെച്ച് പിടിപ്പിച്ചാൽ അതേ വിരലടയാളം വരുന്ന. അത്ഭുതം നോക്കി നിങ്ങൾ, മഹാത്ഭുതം. ഇത് ഞാൻ പറയണ അല്ല കേട്ടോ, സയൻസ് പറയണ, പഠിച്ചു നോക്കി നിങ്ങൾ. അപ്പോൾ റബ്ബിൻ്റെ സൃഷ്ടിപ്പ് എത്ര വിശാലമാണ്. നിങ്ങൾ എവിടെ പോയി കളവ് നടത്തിയാലും വിരൽ വെട്ടി പിന്നെ വിരലിൻ്റെ മാംസം വെട്ടിയിട്ടാലും പിടിക്കപ്പെടില്ല എന്ന് വിചാരിക്കണ്ട, വീണ്ടും പിടിക്കപ്പെടും. അള്ളാഹുവിൻ്റെ ആ സൃഷ്ടിപ്പിലെ വിശാലത അല്ലേ. പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മനുഷ്യൻ്റെ വിരലിൽ എന്തൊക്കെ ശരിക്ക് സൂക്ഷ്മ പരീക്ഷണം നടത്തിയാൽ എന്തൊക്കെ ഉണ്ടാവും. ഒരു വലിയ ദ്വീപ് പോലെ, കടൽ പോലെ കുറേ മരങ്ങളും ചെടികളും ഒക്കെ ഈ വിരൽ തുമ്പത്തുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കാണേണ്ടപ്പാക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അത്ര വിശാലമാണ്. അല്ലാഹു വാസിഉൻ അലീം. അപ്പോൾ കുറ്റവാളികളെ പിടിക്കാൻ ഈ ഒരൊറ്റ വിരൽ തുമ്പ് മതി എന്ന അതാണ് അള്ളാഹുവിൻ്റെ ആ വിശാലത. പിന്നെ മുഖത്തിൻ്റെ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, എന്താ പറയുക, മലാമിഹ് എന്നറിയാം അറബിയിൽ. മുഖത്തിൻ്റെ എന്താ അതിന് പറയാ, ഓരോരുത്തരുടെയും മുഖം എന്തുണ്ട്, വ്യത്യസ്തമാണ്. അതും അള്ളാഹുവിൻ്റെ അത് ചിലപ്പോൾ മക്കളതും ബാപ്പൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. ആലോചിച്ച് നോക്കി നിങ്ങൾ, ഈ രൂപത്തിൽ ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ച ആ അള്ളാഹു സൃഷ്ടിപ്പിൽ എത്ര വിശാലമാണ്. പിന്നെ നടത്താലോചിച്ച് നോക്കി നിങ്ങൾ, ഒരേ വാപ്പക്കുണ്ടാണ് 10 മക്കളും 10 രൂപത്തിലായിരിക്കും നടത്തം, ഒരേ രൂപത്തിലല്ല, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്ന. അപ്പം ആലോചിച്ച് നോക്ക്, ഞാൻ നടക്കും പോലെ നിങ്ങൾ നടക്കുക ആണോ? ഞാനവിടെ നടന്നാൽ 1 മാസം കഴിയുന്നുണ്ട് എൻ്റെ ബാക്കിൽ നിങ്ങളെത്താൻ അല്ലേ. അപ്പം ആ രൂപത്തിൽ നടക്കണവരുണ്ടാവും, ചിലവർക്ക് നടക്കാൻ തന്നെ കഴിയൂല അല്ലേ. അപ്പോൾ ഓരോന്നും വ്യത്യാസം, അതിൻ്റെ ആ രൂപം, അതിൻ്റെ ആ കോണ്, ആ കാല് വെക്കണത്, അതിൻ്റെ ആ ഷേപ്പ് അല്ലേ. ഇങ്ങനെ നോക്കിയാൽ അതൊക്കെ വ്യത്യസ്തമാണ്. ആരാണ് ഇതൊക്കെ സൃഷ്ടിച്ച് വെച്ചത്? അപ്പം ആലോചിച്ച് നോക്കൂ, ബദീഉസ് സമാവാതി വൽ അർദ്, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ചു എന്നാണ്. അത് ഒരു മുൻ മാതൃകയില്ലാതെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പം ആ സൃഷ്ടിപ്പിലെ വിശാലത ഇങ്ങനെ ആലോചിച്ചാൽ ഒരുപാട് അറ്റമില്ലാത്ത അതിർത്തികളില്ലാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ കാര്യം അത്ര വിശാലമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാവട്ടെ, അള്ളാഹുവിൻ്റെ കുദ്റത്താവട്ടെ, അള്ളാഹുവിൻ്റെ ഇൽമാവട്ടെ അല്ലേ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നമ്മളടുത്ത് ഒരാൾ എന്തെങ്കിലും അന്വേഷിച്ച് വന്നാൽ, ഇപ്പം നിങ്ങൾക്കൊരു ഫാക്ടറി ഉണ്ടെന്ന് കൂട്ടാം, ആ ഫാക്ടറി ഇവിടെ ജോലി ഉണ്ടോയെന്ന് അന്വേഷിച്ച് വന്നാൽ നിങ്ങളെന്താ പറയുക, ഇവിടെ വേക്കൻസി ഇല്ലയെന്ന് പറയും അല്ലേ. അല്ലെങ്ങാനും പറയാ നിങ്ങൾക്കൊന്നും ഇവിടെ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കൊക്കെ വേക്കൻസി തരുന്നില്ല അള്ളാഹു അല്ലേ. അത്ര വിശാലനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ. അള്ളാഹുവിൻ്റെ സമ്പത്ത് അതൊക്കെ നമുക്ക് നൽകിയത് എത്ര വിശാലമാണ്. ഇങ്ങനെ ഓരോ കാര്യം, ഒരു നിഅമത്ത്. ഇനി ചിലപ്പോൾ നമുക്കുണ്ടാവും, ഇയാൾക്ക് അള്ളാഹു കുറേ സമ്പത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ. അയാൾ 10,000 ദീനാർ ശമ്പളം വാങ്ങുന്നുണ്ട്. അപ്പം എനിക്കിങ്ങനെ ചൊറിച്ചില്ല, എന്താ അപ്പം എനിക്ക് 100 ദീനാർ. അപ്പം എന്തുണ്ടാവും, എൻ്റെ മനസ്സിൽ നിന്ന് എന്തുണ്ടാവും, എന്താ വരിക ഒരു സാധനം വരൂലേ, അസൂയ, ഹസദ് അല്ലേ. അള്ളാഹ് വെറുതെ പറഞ്ഞല്ലേ, എന്താ മിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ളാഹു തആല വെറുതെ കൽപ്പിച്ചതല്ല. ഉണ്ടാവും. പക്ഷേ അസൂയ പോവാനുള്ള ഒരേ ഒരു മാർഗം എന്താ? ഓന് 10,000 കൊടുത്തിട്ടുണ്ടെങ്കിലേ ഓന് കിഡ്നി ചിലപ്പോൾ കേടായിക്കും. എനിക്ക് ശുദ്ധമായ കിഡ്നി ഉണ്ട്. ഓന് 10,000 ഉണ്ടെങ്കിലേ ഓനൊരു കാലില്ല, കാലുകൊണ്ട് നടക്കാൻ കഴിയില്ല. ഓന് 10,000 ഉണ്ടെങ്കിലേ ഓൻ്റെ കൈയില്ല, അംഗവൈകല്യം, ഹാൻഡികാപ്പഡാണ് അല്ലേ. അപ്പോൾ ഓനില്ലാത്ത എന്തുണ്ട്? ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലേ. ഓൻ്റെ ആ 10,000-ത്തേക്കാൾ വലുതാണ് എന്ത്? എൻ്റെ കിഡ്നി പ്രവർത്തിക്കുന്നത്. ഓൻ്റെ കിഡ്നി പ്രവർത്തിക്കണമെങ്കിൽ എന്തു വേണം? വലിയ മേശ പോലുള്ള ഒരു കൃത്രിമ കിഡ്നി വേണം. ഓരോ ആഴ്ചയിലും അവിടെ 3 പ്രാവശ്യം പോകണം, എന്നിട്ട് ശുദ്ധീകരിക്കണം അല്ലേ. ആലോചിച്ച് നോക്കുങ്ങൾ, പുറമേ ലക്ഷങ്ങൾ അതിന് ചെലവഴിക്കുമാണ്. എനിക്കതുണ്ടോ? ഇല്ല. അപ്പം ഒന്നും ഞാൻ ചെലവഴിക്കാതെ എൻ്റെ കിഡ്നി പ്രവർത്തിക്കുന്നു, എൻ്റെ ഹൃദയം മിടിക്കുന്നു അല്ലേ. ഞാൻ ശ്വസിക്കുന്നു, ഞാൻ ചാടുന്നു, ഞാൻ ഓടുന്നു, ഞാൻ തിന്നുന്നു, ഞാൻ ഉറങ്ങുന്നു. മഹാ അനുഗ്രഹം
അല്ലേ? ഈ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തുണ്ടാവില്ല? അസൂയ നമുക്ക് വരൂല. നമുക്ക് അസൂയ വരുന്ന എന്താ? അസൂയ വരുന്ന എന്താ? ഓൻ്റെയിൽ മാറ്റി എനിക്ക് കിട്ടിയ ഞാൻ ഒരിക്കലും ആലോചിക്കൂല. എനിക്കെന്ത് ഈ 60-ാമത്തെ വയസ്സിലും ചാടി ഓടി നടക്കാൻ കഴിയുന്ന എനിക്ക് മഹാഭാഗ്യമല്ലേ അത്? അല്ലേ? എത്ര വലിയ ആരോഗ്യം! അതൊരു മഹാഭാഗ്യമാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നാൽ പിന്നെ മറ്റവനോട് അസൂയക്കാനും നമുക്ക് സമയം ഉണ്ടാവില്ല. നമുക്ക് എന്തുകൊണ്ട് അസൂയക്കണത്? എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി ചിന്തിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ അസ്ബഅ മിൻകും ആമിനൻ ഫി സർബി മുആഫൻ ഫി ജസദി ഇൻദഹു ഖൂതു യൗമി ഫകഅന്നമാ ഹീദത് ലഹു ദുനിയ ബിഹദാഫിരിഹാ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ തൻ്റെ കൂരയിൽ, വലിയ വീട് കൊട്ടാരല്ല റസൂൽ പറഞ്ഞത്, ഒരു കൂരയിൽ, ഒരു ഖൈമ പോലുള്ള കൂരയിൽ ഒരാൾ നിർഭയത്വത്തോടു കൂടി നേരം പുലർന്നു എന്ന് കൂട്ടുക, ശരീരത്തിന് വേണ്ട ആഫിയത്തും ഉണ്ടെന്ന് കൂട്ടുക, അന്ന് ഭക്ഷിക്കാനുള്ള ഭക്ഷണവും ആഹാരവും അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ലോകം മുഴുവൻ കൈയടക്കിയ രാജാവിനെ പോലെയാണ്. അത്ര മഹാനുഗ്രഹമാണ്. ആലോചിച്ച് നോക്കി നിങ്ങൾ, അല്ലേ? ഈ അനുഗ്രഹത്തെ പറ്റി എനിക്കും നിങ്ങൾക്കൊക്കെ കിട്ടിയ അനുഗ്രഹത്തെ പറ്റി ചിന്തിച്ചാൽ മറ്റൊരാളോട് അസൂയ വെക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ ചിന്ത. അത്ര വിശാലമായ അനുഗ്രഹങ്ങൾ നൽകിയവനാണ് ആര്? അള്ളാഹു. വല്ലാഹു വാസിഉൻ അലീം. ഇനി മറ്റൊരു ഒരു ഫൽസഫിയായ ഒരു ചിന്ത എന്താണത്? നിങ്ങൾ വിമാനത്തിൽ കയറിയില്ലേ? വിമാനത്തിൽ കയറിനോ? ആ, കയറി താഴോട്ട് നോക്കിനോ? ആ, ചിലപ്പോൾ കയറി ഇങ്ങനെ അവിടെ വേഗം ഉറങ്ങിയിട്ടുണ്ടാവും. അവിടെ കയറിയിട്ടൊരു പണിയുണ്ട്. അവിടെ ഉയരങ്ങൾ എത്ര അടി, ഫൂട്ടോ എന്താ പറയല്? ആ, അത്ര 3000 ഫൂട്ടൊക്കെ അത് ഉയരൂലേ? അല്ലേ? അത്ര ഉയർന്നു നിൽക്കുമ്പോൾ ആ ഡ്രൈവ് ചെയ്യുന്ന ആളെ പേരെന്താ? പൈലറ്റ്. അതിനൊരു റൂമുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. അവിടെ പോയിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടാൽ താഴോട്ട് ഇങ്ങനെ നോക്കിയാൽ കുവൈത്തിൻ്റെ മുകളിൽ കൂടെ പറക്കണം ഞാൻ ഇന്ത്യയിലെ എയർപോർട്ട് മുഴുവൻ ഒരേ സമയത്ത് ഇങ്ങനെ കാണും. അല്ലേ? ഹൈദരാബാദിലുള്ളതും അവിടെ ഇവിടെ ഒക്കെ കാണും. അപ്പം എത്രമാത്രം നമ്മൾ ഉയരുന്നുവോ അത്രമാത്രം വിശാലമായി കാണാൻ സാധിക്കും. കാക്കപ്പക്ഷിനെ കണ്ടില്ല നിങ്ങൾ? വേറൊരു പക്ഷിയില്ലേ, പെരുന്ത്? ആ, പരുന്ത്. അത് ഉയർന്ന് പറക്കണാണ്. എന്തിനാണത്? അതിൻ്റെ ഭക്ഷണം അവിടെ സാൽമിയലല്ല കൈത്താലുണ്ട്, അതിനറിയാം. അത്ര ഉയർത്ത് പറക്കും അത്. എന്നിട്ട് ആ ഭക്ഷണത്തിൻ്റെ അടുത്ത് വന്ന് എന്താവും? ലാൻഡ് ചെയ്യും. അതാണ്. അപ്പം എത്രമാത്രം ഒരാളുടെ സ്ഥാനം ഇങ്ങനെ ഉയർന്നു പോകുന്നുവോ അത്രമാത്രം വിശാലമായി കാണാൻ ആർക്ക് സാധിക്കും? മനുഷ്യന് ഈ ഭൂമുഖത്ത് തന്നെ സാധിക്കും. അല്ലേ? നിങ്ങൾ വിമാനം ലാൻഡ് ചെയ്യാൻ പോണ സമയത്ത് ഇങ്ങനെ നോക്കിയേണ്ടി എൻ്റെ വീടൊക്കെ ചിലപ്പോൾ കാണും. ഞാൻ മലപ്പുറം ജില്ല ഒന്നടക്കമൊക്കെ കാണും. അല്ലേ? വിശാലമായി. എന്നാൽ ഞാൻ അവിടെ ഇറങ്ങിയാലോ? ആ, അടുക്കണ ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ മാത്രമേ കാണുള്ളൂ. പുറത്തേക്ക് കാണോ? ഇല്ല. അപ്പം നമ്മൾ താഴെ പോയാൽ കുറച്ച് കാണുള്ളൂ. ഉയരും തോറും വിശാലമായി കാണും. ഇവിടെ നമ്മെ പഠിപ്പിക്കണ ഒരു ചിന്തയുണ്ട്. ആ പോയിന്റ് എന്താ? നമ്മളൊക്കെ നമ്മുടെ മനസ്സ്, നമ്മുടെ കുടുംബം, നമ്മുടെ ഫാമിലി, എൻ്റെ കുട്ടികൾ, എൻ്റെ മക്കൾ, എൻ്റെ വീട്, അതിലിങ്ങനെ ഒതുങ്ങിക്കുമ്പം എന്തുണ്ടാവും? നമുക്കൊരു വിശാലത കിട്ടില്ല. ഇവിടെ കുറേ സെക്രട്ടറിമാരും പ്രസിഡന്റും ഭാരവാഹികളൊക്കെ അല്ലേ? ഓൽക്ക് ഓലെ റൂം മാത്രം നോക്കിയാൽ മതിയോ? മെസ്സ് മാത്രം നോക്കിയാൽ മതിയോ? ഇല്ല. ഓൽക്ക് ജുമാഅ ഖുതുബ നോക്കണം, അവിടെ ആൾ വന്നോ നോക്കണം, ആ മീറ്റിംഗ് ഈ മീറ്റിംഗ്. അപ്പോൾ ഓലെന്താവും? ഒന്നുകൂടി വിശാലവും. ഇനി ഒരു പഞ്ചായത്തിൻ്റെതോ ഒരു മഹലിൻ്റെ ഒക്കെ ആണെങ്കിലോ ഒന്നുകൂടി വിശാലവും. ഇനി അതിലും വലിയ നേതാവാണെങ്കിലോ അതിനേക്കാൾ വിശാലമാവും. ആലോചിച്ച് നോക്കൂ, അല്ലേ? ചില കുടുംബത്തിൽ തന്നെ ആ കുടുംബ നായകൻ ഉണ്ടാവില്ലേ? സാധാരണയല്ല, എല്ലാത്തിലും ഇടപെടുന്ന ഒരാളുണ്ടാവില്ല. അയാൾക്ക് എന്തൊക്കെ തല കൊടുക്കേണ്ടി വരും? ഒരുപാട് കാര്യങ്ങൾ. ആ കുടുംബത്തിലും ഇയാളുടെ കുടുംബത്തിലൊക്കെ തല കൊടുക്കണ്ടേ? അപ്പം അയാൾക്ക് അല്ലാഹു തആല അത്ര ഹൃദയവിശാലത കൊണ്ട് കൊടുത്തരും, അത്രയും കിട്ടിത്തരും. ഇതേപോലെ ആലോചിച്ച് നോക്കൂ, പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തത് എന്താ? ഈ ഹൃദയവിശാലതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി റബ്ബി ശ്റഹ് ലീ സദ്രി, കണ്ടോ? ആ ഹൃദയവിശാലത പടച്ചോനെ ജനിക്ക് തരണേന്നാ. അപ്പോഴേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? അള്ളാഹു വാസി ആണ് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് നമുക്കെടുക്കാനുള്ളത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെന്ത് വേണം? നമ്മൾ വിശാലമായ ഹൃദയമുള്ളവരായിരിക്കണം എന്നത്
അത് അതുകൊണ്ടാണ് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാൻ, ലൗ തഅലമൂന മാ അലമു ലബക്കൈതും കസീറ വല ലഹിഖ്തും ഖലീല. ഞാൻ അറിയണതെങ്ങാനും കൂട്ടരെ നിങ്ങൾ അറിയാണെങ്കിൽ നിങ്ങൾ നിരന്തരം കരയും, പിന്നെ ചിരിക്കാൻ വളരെ കുറച്ചേ നിങ്ങൾ കഴിയുള്ളൂ. കാരണം അള്ളാഹുവിൻ്റെ റസൂല് ആ വഹി മുഖേന ചെല്ലാൻ പോകുന്ന പരലോകത്തെ ഭയാനകമായ ചില രംഗങ്ങൾ, ആ സ്വർഗീയ രംഗങ്ങൾ, അതൊക്കെ കാണുമ്പോൾ ആ ചോദ്യം, ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ ഹൃദയവിശാലത വളരെ പരന്നു കിടക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ശക്തമായ വല്ലാഹു വാസിഉൻ അലീം എന്നതിലുള്ള ആ വിശ്വാസം കെട്ട് പൂർണ്ണമാകുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ശരിയായ ഒരു ഹൃദയവിശാലത നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് കാണാം, യാ ഇബാദി ലൗ അന്ന അവ്വലക്കും വാഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും എന്ന് തുടങ്ങി ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യനും മനുഷ്യവർഗവും ജിന്നുവർഗവും മുഴുക്കെ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടിയിട്ട് അവരെല്ലാവരും കൂടി എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ട് അവർക്കെല്ലാവർക്കും ഞാനത് കൊടുത്താൽ കടലിൽ മുക്കിയ ഒരു മുട്ടുസൂചിയുടെ ആ തുമ്പിൽ എന്ത് വെള്ളമാണോ തീരുന്നത് അതേപോലെ അത്ര വിശാലമാണ് ആര്? അള്ളാഹുവിൻ്റെ എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ്. അപ്പം നമ്മളവിടെ പഠിക്കാനുള്ളത് ആ ഹൃദയവിശാലതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണല്ലോ മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു അറാബി വന്ന്, സഹാബത്തിൻ്റെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു അറാബി വന്ന്, അല്ലേ? അറാബി വന്നിട്ട് എന്തോ ചോദിച്ചു. അപ്പോൾ സഹാബത്തൊക്കെ എന്ത് ചെയ്തു? ഒരല്പം ആ ചോദ്യം കേട്ടപ്പോൾ പരുഷമായി പെരുമാറി. കൂട്ടത്തിൽ നിന്ന് സഹാബികൾ ഒക്കെ പറഞ്ഞ് പരുഷമായി പെരുമാറി. അപ്പം അനുഫ് എന്നതിന് പറയാം. അപ്പം ആ സഹാബി പറയാണ്, ആ അറാബി പറയാണ്, അള്ളാഹും യാ റബ്ബി ഇർഹംനി വ മുഹമ്മദൻ, അള്ളാഹുവെ എനിക്കും മുഹമ്മദിന് കാരുണ്യം ചെയ്യണേ എന്ന് പറഞ്ഞു. വലാ തർഹം മഅനാബദ, ഞാൻ മറ്റൊരാൾക്കും നീ റഹ്മത്ത് ചെയ്യരുത് പടച്ചവനെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറാബിയെ വിളിച്ച് ചോദിക്കാൻ, യാ ഫുലാൻ ലഖദ് ഹജ്ജർത വാസിയൻ ഫദ്ലുല്ലാഹി അമീം, അള്ളാഹുവിൻ്റെ അതിവിശാലമായ ആ കാരുണ്യത്തെ, സാർവത്രികമായ ആ കാരുണ്യത്തെ, കൃപയെ നീ ചുരുക്കിക്കളഞ്ഞോ എന്ന് അറാബിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം എന്താണ്? എല്ലാവർക്കുള്ളതാണ്. അത് സാർവത്രികമാണ്. അത് ജാതി മതം എന്നോ അല്ലെങ്കിൽ മുസ്ലിമെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ലാത്ത എല്ലാവർക്കും അതാണ് അൽ വാസി എന്ന അള്ളാഹുവിൻ്റെ നാമം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല? അള്ളാഹു വാസിയാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ പോരാടൂല. ഇവിടെ പരസ്പരം നേരത്തെ പറഞ്ഞ പോലെ അസൂയ ഉണ്ടാവില്ല, പോരാട്ടം ഉണ്ടാവില്ല. ഇന്നിപ്പം നമ്മൾ പോരാടുന്നത് എന്തിനാ ഇപ്പം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പോരാണ്ട്? അധികവും വെള്ളത്തിനാവും, അല്ലേ? അല്ലെങ്കിൽ എന്തുണ്ടാവും? സ്വർണ്ണം ഉണ്ടാവും, നിധി ഉണ്ടാവും, അത് വാരാനാവും. സമ്പത്ത് വാരാനും വെള്ളത്തിനും വേണ്ടിയിട്ടാണ് ഏത് കാലഘട്ടത്തെയും യുദ്ധവും ഇതൊക്കെ ഉണ്ടാവുന്നത്, ഏത് കാലത്തും. അപ്പോൾ അത് ശരിക്കട് മനസ്സിലാക്കിയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് എന്ത് ചെയ്യില്ല? അയാൾക്ക് യുദ്ധം ചെയ്യാനോ പോരാടാനോ സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഒരാളെ ആക്രമിച്ചാൽ, മർദ്ദിച്ചാൽ, ഞാൻ ശരിയായ വിശ്വാസിയാണെങ്കിൽ എനിക്ക് അയാളെ മർദ്ദിക്കാൻ സാധിക്കൂല എന്നാണ്. കാരണം മർദ്ദിക്കുന്ന ആള് മർദ്ദിതന് ലഭിക്കാൻ പോകുന്ന, മദ്ലൂമിന് ലഭിക്കാൻ പോകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ ആദ്യത്തെ അനുഗ്രഹം തന്നെ? എന്താണ്? ഇത്തക്കി ദഅവത്തുൽ മദ്ലൂം. പിന്നെന്താ പറഞ്ഞത്? ലൈസ ബൈനഹ വ ബൈനഹു ഹിജാബ്, അല്ലേ? മർദ്ദിക്കുന്നവനും മർദ്ദിതൻ്റെ പ്രാർത്ഥന സൂക്ഷിക്കണം. കാരണം എന്താ? ആ പ്രാർത്ഥനൻ്റെയും അള്ളാഹുവിൻ്റെ ഇടയിൽ യാതൊരു മറിയില്ല, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒന്നത്. രണ്ട്, ഇയാൾ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരലോകത്ത് ചെന്നാൽ എന്താ കിട്ടുക? അയാൾക്ക് സ്വർഗം ലഭിക്കും, അല്ലേ? ഇന്നിപ്പോൾ ഒരാൾ മർദ്ദിച്ച്, അനർഹമായി മർദ്ദിച്ച്, എനിക്കെന്താ? അതുകൊണ്ട് എനിക്ക് ഗുണം കിട്ടുക, എനിക്കിങ്ങനെ ഗുണം കിട്ടുക. ഇവിടെ ഒരു ഉസ്മാൻ കണ്ടായി, നിങ്ങൾക്ക് അറിയുന്നറിയില്ല, ഫയലിൽ
എല്ലാവരും അയാളെങ്ങനെ കളിയാക്കും. നിങ്ങൾ കളിയാക്കിയോളി, പറഞ്ഞോളി എൻ്റെ പോക്കറ്റിക്ക് ഇങ്ങനെ വന്നോളൂ എന്നാ അയാൾ പറയാം അല്ലേ, ചിരിച്ചുകൊണ്ട് അങ്ങനെ പറയും കാസർഗോട്ടുകാരനാ. അപ്പോൾ അതാണ്, നിങ്ങളിപ്പോൾ എന്നെ ഇങ്ങനെ കളിയാക്കിയാലും ആ ചെള്ളിക്കാല് ആ ഇതെന്നൊക്കെ പറഞ്ഞാലും എനിക്കെന്താ കിട്ടുക, എൻ്റെ പോക്കറ്റിക്ക് ഇങ്ങനെ വരും, അവിടെ ഇങ്ങനെ എൻ്റെ ഡെപ്പോസിറ്റ് ഇങ്ങനെ കൂടുന്ന അല്ലേ. അതാണ്. അപ്പോൾ ഈ മർദ്ദിതന് ലഭിക്കാൻ പോകുന്ന മദ്ലൂമിന് അള്ളാഹു നിക്ഷേപിച്ച് വെച്ചിട്ടുള്ള ആ പിന്നെ സൗകര്യങ്ങളെപ്പറ്റി പഠിക്കുകയാണെങ്കിൽ ഒരക്രമിയും ഒരു മദ്ലൂമിനെയും ആക്രമിക്കാൻ സാധിക്കൂല എന്നുള്ള. അപ്പം അള്ളാഹുവിൻ്റെ ആ മദ്ലൂമ് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അക്രബായ ഏറ്റവും അടുത്ത മനുഷ്യനാവും. അതുകൊണ്ട് നമുക്ക് വേണ്ടതെന്താ, നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ഇൽമിൻ്റെ സർക്കിൾ വിശാലമാക്കുക, നമ്മുടെ നന്മയുടെ സർക്കിൾ വിശാലമാക്കുക, നമ്മുടെ പെരുമാറ്റത്തിൻ്റെ സർക്കിൾ വിശാലമാക്കുക, നമ്മുടെ വിട്ടുവീഴ്ചയുടെ സർക്കിൾ വിശാലമാക്കുക. ഇങ്ങനെ വിശാലമാക്കി കഴിഞ്ഞാൽ അവനാണ് ആ വാസി ആയ അള്ളാഹുവിനോട് നാളെ പരലോകത്ത് ഏറ്റവും അടുത്തവനായി ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന്. അപ്പോൾ അള്ളാഹു വാസിയുൻ അലീം എന്നിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇനിയോ അള്ള വാസിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ അള്ളാഹ്ക്ക് നന്മ ചെയ്താൽ അള്ളാഹു എന്തു ചെയ്യും, അള്ളാഹുവിനിങ്ങനെ കൂടുതൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കും. അള്ളാഹുവിൻ്റെ ദാനം, അള്ളാഹുവിൻ്റെ സമ്മാനം അത് തീരാൻ പോകുന്നുണ്ടോ? ഒരിക്കലും വറ്റാത്ത ഖജനാവാണ് അത് അള്ളാഹുവിന്. അതുകൊണ്ടാണല്ലോ മസലുല്ലദീന യുംഫിക്കൂന അംവാലുഹും ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയേണ്ടത്? കമസലി ഹബ്ബത്തിൻ അംബത്തത്ത് സബഅ സനാബില ഫീ കുല്ലി സുംബിലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ആയത്ത് അവസാനിക്കണ നോക്കി നിങ്ങൾ അല്ലേ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ ഒരൊറ്റ ധാന്യമണി പോലെയാണ്. ആ ധാന്യമണി എന്താ? അതിൽ 7 കതിരുകൾ, ആ ധാന്യമണിയിൽ നിന്ന് 7 കതിര് മുളച്ചു. ഓരോ കതിരിൽ എന്തുണ്ടാവും? 100 കണക്കിന് ധാന്യങ്ങൾ ഉണ്ടാകുന്നു അല്ലേ. ഇതേപോലെ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് എന്ത് ചെയ്യും? അള്ളാഹു വിശാലമായി നൽകും. അള്ളാഹു വിശാലമായി നൽകാൻ കഴിവുള്ളവനാണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്തും. അപ്പം സമ്പത്ത് ചെലവഴിക്കുമ്പോഴും അള്ളാഹു എന്തു ചെയ്യും? അതേപോലെ വിശാലമായി നമുക്ക് തിരിച്ചു നൽകും എന്ന ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങിയപ്പം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതേപോലെ മറ്റൊരു സഹാബിയുണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇവരെന്താ, ഒരു സന്ദർഭമുണ്ട്, അതിനൊരു അവസരമുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കാൻ. അപ്പോൾ തബൂക്ക് യുദ്ധത്തിന് പോകണമെങ്കിൽ ഒരുപാട് എന്ത് വേണം? സന്നാഹങ്ങളും പിന്നെ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ വേണം. അപ്പം ജനങ്ങളോടൊക്കെ ദാനം ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് കൽപ്പിച്ചു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറേ ഇത് കൊണ്ടുവന്നു, ഉപകരണങ്ങളൊക്കെ വന്നു. അത് പിന്നെ അദ്ദേഹം 1000 പിന്നെ സ്വർണ്ണ നാണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മടിയിലിങ്ങോട്ട് ചൊരിഞ്ഞു കൊടുത്തു. നബി അതിനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിങ്ങനെ നോക്കിയിരുന്ന. എന്നിട്ട് പറയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഈ ദിവസം ഇനി ഇതിനേക്കാൾ എന്താണ് ഇനി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത്ര സുഖസൗകര്യമാണ് ആ സ്വർഗ്ഗലോകത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ലഭിക്കാൻ പോകുന്നത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസരത്തിൽ പറയുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിൻ്റെയൊക്കെ കഥ. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മളൊക്കെ കുറഞ്ഞ പൈസ ഉള്ളവരല്ലേ, നമ്മളിപ്പോൾ എന്ത് ചെലവഴിക്കാൻ അല്ല, നമ്മൾ ഉണ്ടാവേണ്ടത് ആ ദാനം ചെയ്യുമ്പോൾ വിശാലമായ ആ മനസ്സിൻ്റെ ശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ആ ശുദ്ധി ഉണ്ടെങ്കിൽ എന്താ? വല്ലാഹു വാസിഉൻ അലീം. അതിന് മുമ്പ് എന്താ പറഞ്ഞത്? യുദാഇഫു ലിമൻ യശാ, ഇരട്ടിയായിട്ട് അല്ലാഹു തആല അങ്ങോട്ട് കൊടുക്കും. പക്ഷേ നമ്മളെ പിന്നെ ചെലവഴിക്കാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക എന്താണ്? പിശാചായിരിക്കും. അശ്ശൈത്താൻ യഇദുകുമുൽ ഫഖർ വയഅ്മുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഇദുകും മഗ്ഫിറതൻ മിൻഹു വഫളല വല്ലാഹു വാസിഉൻ അലീം എന്ന് അവിടെയും പറയുന്നത് കാണാം. പിശാച് ചെലവഴിക്കണ്ടട്ടോ, എന്ത് ചെയ്യും? ദാരിദ്ര്യം ഉണ്ടാവും. അതേപോലെ ഫഹ്ശാ കൊണ്ട്, വേണ്ടാത്ത കാര്യങ്ങളെ കൊണ്ട് ആര് പിശാച് കൽപ്പിക്കും. അള്ളാഹു തആല നിങ്ങളോട് പാപമോചനം ലഭിക്കുന്ന കാര്യമാണ് കൽപ്പിക്കുന്നത്. അള്ളാഹു വിശാലമായവനാണ്,
അലീമാണ് എന്ന ആയത്തും അവസാനിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ അങ്ങോട്ട് ആലോചിച്ച് നോക്കിയാൽ വല്ലാഹു വാസിയുൻ അലീം എന്ന ആ അള്ളാഹുവിൻ്റെ ആ നാമത്തെ മാത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ തന്നെ ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സമാധാനമുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമ്മളാവും. നമ്മൾ എന്ത് പഠിക്കണം? അള്ളാഹുവിൻ്റെ നാമമായ അൽ വാസിയെ പറ്റി പഠിച്ചാൽ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് കിട്ടും? സമാധാനം ലഭിക്കും. ദുനിയാവിൽ നമുക്ക് കിട്ടേണ്ടത് എന്താ? കുറേ കൊട്ടാരല്ലല്ലോ അല്ലേ? 4-5 പെണ്ണെട്ടി ഞങ്ങൾക്ക് സമാധാനം കിട്ടുമോ? ഇല്ല. സമാധാനം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അല്ലേ? കുടുംബജീവിതത്തിലാവട്ടെ അല്ലാത്തതാവട്ടെ ജോലിയിലാവട്ടെ എല്ലാത്തിലും സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഹൃദയവിശാലത വേണം. ശരിയായ വിശ്വാസമുള്ള ഒരാൾക്ക് സമാധാനം ലഭിക്കുള്ളൂ എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. ഇനി ആലോചിച്ച് നോക്കുങ്ങളും സമയമോ ആയിരുന്നോ? 2 ഇന്ന് നമുക്ക് ബാക്കി പിന്നാക്കാം അല്ലേ? കുറേ കാര്യങ്ങളുണ്ട്. ഒറ്റ കാര്യമാണ്. പിന്നെ അള്ളാഹു വാസിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അള്ള വാസിയാണെന്നുള്ള ശരിയായ വിശ്വാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും വിനയാനിതരായി വരുന്ന ഒരിക്കൽ ദുനിയാവിൻ്റെ അക്കരെയാണിത് മൊറോക്കോ എന്ന് പറയുന്നത്. ആ മൊറോക്കോ എന്ന് സൗദി അറേബ്യക്ക് ഒരു കൂട്ടം ആളുകൾ വരിക. മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ ഉള്ള സ്ഥലം. ആ അഹമ്മദ് ബിൻ ഹംബലിനോട് പിന്നെ ഏതാനും ചില ചോദ്യങ്ങൾ ചോദിക്കാൻ, എൻ്റെ ഓർമ്മയിൽ 37 ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വരിക. അങ്ങനെ അഹമ്മദ് ബിൻ ഹംബലിനോട്, അഹമ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ആരാ? മഹാപണ്ഡിതനാണ്, റഹ്മത്തുള്ള മഹാപണ്ഡിതനാണ്. അപ്പം ആ പാണ്ഡിത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൂരെ സ്ഥലത്ത് നിന്ന് മൈലുകൾ താണ്ടിക്കൊണ്ട് വരികയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ള എന്ത് പറഞ്ഞു? ആകെ പറഞ്ഞത് 20 ചോദ്യത്തിനൊറ്റ ഉത്തരമാണ്, ഏകദേശം 20. ബാക്കി എന്ത് പറഞ്ഞു? ലാലും, എനിക്കറിയില്ല, ലാലും. അപ്പം ആളുകൾക്ക് എന്താ അഹമ്മദ് ബിൻ ഹംബൽ അറിയില്ല എന്നോ? എന്ത് പണ്ഡിതനാണത്? അപ്പോൾ ഒരു പണ്ഡിതൻ്റെ യോഗ്യത ആ ഹൃദയവിശാലതോന് വേണം. അറിയില്ല എന്ന് പറയണം അല്ലേ? അതാണ് ഏറ്റവും വലിയ ആ ഹൃദയവിശാലത എന്ന് പറയുന്നത്. ഇന്നോ നമുക്കുണ്ടോ? ഇല്ല. എങ്ങനെ പോനോട് പറയാക്ക ശൗക്കത്തിനോട് തെങ്കിലും നോണാട് പറയപ്പോൾ അല്ലേ? ഇതാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ വല്ലാഹു വാസിയുൻ അലീം എന്നത് പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ അറിവിലും നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് എന്ത് കിട്ടും? ഹൃദയവിശാലത കിട്ടും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കണം. അത് മതി. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.